CPM നിന്ന് പുറത്താക്കിയ PV അൻവർ MLA ചന്തക്കുന്നിൽ ജനങ്ങളോട് സംസാരിക്കുന്നു എന്ന പേരിലൊരു പൊതുയോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ഈ പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് പേരാണ് ഒഴുകിയെത്തിയത്. തത്സമയം ലക്ഷക്കണക്കിന് പേരാണ് ഈ പരിപാടി വീക്ഷിച്ചിരുന്നത്. PV അൻവർ MLA ആരാണ് എന്നുള്ളത് ഈ ജനസഞ്ചയം പറയും. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം നിലമ്പൂർ ചന്തക്കുന്നിൽ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിലാണ് ആയിരക്കണക്കിന് പേര് എത്തിയത്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം വേദിയിലേക്ക് വരികയാണ്. ആ വരുമ്പോൾ തന്നെയുള്ള ഭയങ്കര തിരക്ക്. ജനങ്ങൾ ഒതുങ്ങിയിരിക്കുന്നില്ല ആവേശം കൊണ്ട്. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി അൻവർ തന്നെ ആവശ്യപ്പെടുകയാണ് അവരോട്. അതിനുശേഷമാണ് പൊതുയോഗം തുടങ്ങിയത്. ദയവായി സമാധാനപ്പെടേ, ഒന്ന് സമാധാനപ്പെട്ടെങ്കിൽ ഇവിടെ മൈക്ക് നാശമായിട്ടുണ്ട്, ഫാന് പോയിട്ടുണ്ട്, സ്പീക്കർ കണക്ഷൻ പോയിട്ടുണ്ട്. അതോടെ എല്ലാവരും ഒന്ന് സ്വയം നിയന്ത്രിച്ചാൽ ഏറ്റവും നന്നായിരുന്നു. ആ മീഡിയാസിനും സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മളിവിടെ കൂടിയ മാത്രം ജനങ്ങൾക്കല്ല, ഈ വിഷയത്തിൽ ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിപാടി വീക്ഷിക്കാൻ നിൽക്കുകയാണ് നാടിൻ്റെ നാനാഭാഗത്തും. അത് മീഡിയയിലൂടെ മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയൂ. CPM തന്നെ ഉണ്ടായിരുന്ന മറ്റൊരാളാണ് അതിന് സ്വാഗതം പറഞ്ഞത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ പ്രസംഗത്തിൽ. അപ്പോൾ ഈ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായി സ്വാഗതം വഴിക്കടവ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവ് കൂടിയായ പ്രിയപ്പെട്ട സുഗു നിങ്ങളോട് സ്വാഗതം പറയുന്നതാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, നാട്ടുകാരെ, നമുക്കറിയാം വലിയൊരു പുരുഷാരം ഈ ചന്തക്കുന്നിൽ തടിച്ചുകൂടിയിരിക്കുക. ഞാൻ ഈ വന്ന ആളുകൾക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ EA സുഗു, CPM ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. CPM എടക്കര ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ്. കഴിഞ്ഞ ടൈമിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിരുന്നു. നമുക്കറിയാം ഈ സമകാലീന വിഷയത്തിൽ സഖാവ് PV അൻവർ ഉയർത്തിവിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അദ്ദേഹത്തെ കുറ്റവാളിയും കൊള്ളക്കാരനുമാക്കുന്ന ഒരു സമീപനത്തിനെതിരെ ആ സമീപനത്തിൽ മനം തൊണ്ട് PV അൻവറിന്റെ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. അൻവറിനെ തൂക്കിക്കൊല്ലണം, അൻവറിന്റെ കാല് വെട്ടണം എന്ന് പറഞ്ഞാൽ നമുക്കതിന് കൂട്ടു നിൽക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമുക്കറിയാം PV അൻവറിനെ എതിരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടി സഖാക്കൾക്ക് അത് ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേതാക്കൾക്ക് അത് വിശദീകരിക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, DGPയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന, വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. നമുക്കറിയാലോ, DGPക്കെതിരെയാണ് പരാതി. DGPയുടെ RSS ചായ്വും ADGPക്കെതിരെ, ADGPയുടെ RSS ബാന്ധവും അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് PV അൻവർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട്, പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേൾക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് സമനില തെറ്റി. ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയ ആൾ, ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി PV അൻവർ എടുത്ത സമീപനം ശരിയല്ല. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം. 6 മാസമായി വാറോല കെട്ടുമായി പാർട്ടി ഓഫീസുകളിൽ കയറി നിരങ്ങുകയാണ് ഇദ്ദേഹം. ഒരു തീരുമാനവും ഇല്ല. അപ്പൊ തീരുമാനമെടുക്കാതെ ഈ കിട്ടിയ പരാതി CPMനോടൊപ്പം നിൽക്കുന്ന 8 വർഷമായി CPMനോടൊപ്പം നിൽക്കുന്ന ഈ MLA പറഞ്ഞ കാര്യത്തിന് ഈ ADGP IPS കേഡറിലുള്ള ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണം എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കും ബോധ്യം വരും. IPS കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊക്കെ പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 8 വർഷം തൻ്റെ മന്ത്രിസഭയിൽ, തൻ്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു MLA പറഞ്ഞൊരു പരാതിക്ക് ADGPയോട് മുഖ്യമന്ത്രിക്ക് പറയാലോ, എനിക്കൊരു MLAയുടെ പരാതി കിട്ടിയിട്ടുണ്ട്, ആ MLAയുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരു 15 ദിവസം ലീവിൽ പ്രവേശിക്കണം, ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, താങ്കൾ ലീവിൽ പോകണം എന്ന് പറയാമായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ PV അൻവറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് പോയി.
ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിര് വിട്ടു പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ സമനില പിന്നെ എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും? ഇവിടെ പൊതുവായി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊതി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇവിടെ സാധാരണക്കാരായ പാർട്ടിക്ക് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. ഒരു കുലംകുത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുമ്പോൾ ആ ആഞ്ഞടിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം മാത്രമായിരിക്കില്ല, എല്ലാവരും വിടും. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സഖാക്കൾ മാത്രമൊന്നുമല്ല, കോൺഗ്രസിലും ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളും സഖാവ് PV അൻവറിന്റെ ഒപ്പം നിൽക്കാനുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും അതെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ പത്ര മീഡിയ രംഗത്തെ പ്രവർത്തകർ, പോലീസ് സംവിധാനം, വളണ്ടിയേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പുക്ക നിങ്ങളോട് സംസാരിക്കുക. CPM-ൽ നിന്ന് പുറത്താക്കിയ ശേഷം PV അൻവർ MLA-ക്കെതിരെ പാർട്ടി ഒരുപാട് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കേണ്ടായി. ഈ മുദ്രാവാക്യങ്ങളിൽ അരുതാത്ത ചില മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടിയായിരുന്നു PV അൻവർ പ്രസംഗം തുടങ്ങുന്നതിൻ്റെ മുമ്പേ പറഞ്ഞുപോയത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ ഉപ്പയും ഒക്കെ എങ്ങനെയായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്, അവരുടെ വീട്ടിൽ ആരായിരുന്നു ജോലിക്കാർ എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ്. ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കാനുണ്ട്. അത് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വർഗീയതയാണ്. എന്തിനും ഏതിനും മനുഷ്യനെ വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുകയാണ്. ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവൻ്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയവൽക്കരിക്കുക, മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം. അത് ഈ വിഷയത്തിൽ, നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. എന്നായിക്കോട്ടെ, നമ്മളതിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ്. ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയിലുള്ള മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ലാൽ സലാം സഖാക്കളെ. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്താണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ഓം ശാന്തി അത് തന്നെയാണ്. ആകാശത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം ഒന്നാണ്. അപ്പോൾ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല. മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം. അപ്പോൾ അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഏറനാടിലെ ഒരു കുടുംബത്തിൽ, പുത്തൻ വീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വല്യപ്പാൻ്റെ പേര് PV മുഹമ്മദ് ഹാജിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് PV ഷൗക്കത്തലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവാക്കുകയും ചെയ്ത വാപ്പാൻ്റെ മോനാണ്. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ മുന്നിൽ, അതിൻ്റെ മുന്നിൽ മനുഷ്യത്വത്തിൻ്റെ കൊടി പിടിച്ച എൻ്റെ തറവാടും എൻ്റെ കാക്കക്കാരണവന്മാരും കടന്നു പോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാനതിൽ 11ാമത്തതാണ്. അതിൽ 3 ആൾ മരിച്ചു, ഞങ്ങൾ 11 ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ ഈ 20 വർഷക്കാലത്ത്, 22 വർഷക്കാലത്തിൻ്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലമാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4ഉം 5ഉം സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി. ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4ലും 5ലും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും,
അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയുക ഇതുപോലത്തെ പത്രങ്ങളുണ്ടാവും. അപ്പം 1:30 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി UP സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും, ഈ കഞ്ഞി ഇങ്ങനെ പാരുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി, ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇത്രയും പണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട് ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും ഞങ്ങളൊക്കെ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പോൾ ഒരു സമ്മാനം ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ വിളമ്പി കൊടുക്കൂലേ? അപ്പോൾ ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും. ഇത് പണിക്കാർ ഇത് വിളമ്പിക്കൊടുത്ത അമ്മ മോനെ അവർ ആ വരുന്ന ആളുകളെ പ്രാകുമെന്ന് പറഞ്ഞു. പഴയ ഓർമ്മയാണ്. അപ്പം അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പം ഞങ്ങളൊക്കെ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3-4 തൊട്ടിയാണ്. ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്. എനിക്കൊരു 1 വയസ്സാകുമ്പോഴേക്കും അടുത്ത് പ്രസവിക്കും. ജ്യേഷ്ഠന് മൂത്ത ആൾക്കൊരു 1.25 വയസ്സാകുമ്പോൾ അടുത്ത് പ്രസവിക്കും. അപ്പോൾ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല, എത്ര മക്കൾക്ക് കൊടുക്കും? അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാണ്, മരിച്ചുപോയി 10-30 വർഷം മുമ്പ്. ചക്കിക്കുട്ടി അപ്പോൾ ഈ 2 മക്കളെയും എൻ്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എൻ്റെ താഴെയുള്ള മുനിയറായ പ്രസവിച്ചപ്പോൾ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കുക. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടീൻ്റെ അടുത്ത് ഞങ്ങൾ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ ഇല്ലാത്തല്ല. എൻ്റെ മുല കുടിച്ച വല്യമ്മേൻ്റെ പേര് ചക്കിക്കുട്ടി. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എൻ്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കീരനാണ്, അത് മരിച്ചു. പിന്നെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, അത് 1.5 വർഷം മുമ്പ് അവർ മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്ന നാടിച്ചിയാണ്. അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ എനിക്ക് തോന്നുന്നു 2000-ഓട് കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാൻ്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചിയാണ്. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാൻ്റെ ബെഡ്റൂം അവർ തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അവരും ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പം ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാൻ്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതുമൊക്കെ അപ്പൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലായുധനായിരുന്നു. മരിക്കുന്നവരെ വെള്ളിപ്പാന് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തൻ്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരുപാട് നീണ്ടു. ആളുകളൊക്കെ ഏതാണ്ട് പ്രസംഗങ്ങളൊക്കെ വീക്ഷിക്കുന്ന കാഴ്ചയാണ്. മലയാളത്തിലെ മിക്ക ചാനലുകളിലും അത് ലൈവ് കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു നേതാവിന് ഇത്ര പെട്ടെന്ന് ഇത്ര പേരെ ഒരേ ഭാഗത്ത് അണിനിരത്തുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. ഒരു പക്ഷേ അത് ഇവിടെ അൻവറിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്തായിരിക്കും അടുത്ത അദ്ദേഹത്തിൻ്റെ ഭാവി, മറ്റുള്ള കാര്യങ്ങൾ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്കൊക്കെ കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത്.